ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിച്ചു. തീർത്ഥാടകർ തമ്പുകളുടെ നഗരമായ മിനായിലെത്തി. നാളെയാണ് അറഫ സംഗമം. മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിച്ചു. തീർത്ഥാടക ലക്ഷങ്ങൾ മീനായിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് തീർത്ഥാടകർ മീനായിലേക്ക് നീങ്ങി തുടങ്ങിയത്. തീർത്ഥാടകർ ഇതാ ഇപ്പോഴും മക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മീനായിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ടെൻറ്റുകളിലൊക്കെയാണ് തീർത്ഥാടകർ താമസിക്കുന്നത്. മീനായിലെ ജംറ കിടക്കുന്നത് ഈ ഭാഗത്താണ്. ഏതാണ്ട് ഇവിടെ നിന്ന് 800 മീറ്റർ അകലെ ഈ ഭാഗത്താണ് ജംറ പാലം ഉള്ളത്. അവിടെയാണ് ഇന്ന് തീർത്ഥാടകർക്ക് കാര്യമായിട്ട് അവിടെ കർമ്മങ്ങളൊന്നുമില്ല. എന്നാൽ 2 ദിവസം ദുൽഹജ്ജ് 10 മുതൽ ഹജ്ജിൻ്റെ 3ാമത്തെ ദിവസം മുതൽ തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ കൂടുതൽ അനുഷ്ഠിക്കാനുള്ളത് ആ ഭാഗത്താണ്. ഇന്ന് തീർത്ഥാടകർ മീനായിലെ തമ്പുകൾ താമസിച്ച് ആരാധനാ കർമ്മങ്ങളിൽ മുഴുകുക എന്നത് മാത്രമാണ് നിർവഹിക്കുന്ന കാര്യം. മിനയിൽ മാഷാ അല്ലാഹ് എല്ലാ ഹജ്ജുമ്മമാർ വളരെ വലിയ സന്തോഷത്തിലാണ്. മുൻ വർഷങ്ങളെക്കാളും കഴിഞ്ഞ കാലത്തേക്കാളും വളരെ വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, നിയമവിധേയമായി വരുന്ന ഹജ്ജുമ്മമാർ അവർക്ക് നല്ല സുരക്ഷിതമായ രൂപത്തിൽ, സ്വസ്ഥമായ രൂപത്തിൽ, സുഗമമായ രൂപത്തിൽ ഹജ്ജ് ചെയ്യാൻ കഴിയുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാഷാ അല്ലാഹ് ഇവിടുത്തെ ടെൻറ്റുകൾ എല്ലാ അപകടങ്ങളിൽ നിന്നും വലിയ സുരക്ഷിതത്വം നൽകുന്ന രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഹജ്ജിൻ്റെ ആദ്യത്തെ ദിവസമാണ് മീനായിൽ താമസിക്കുക എന്നതാണ് ആദ്യത്തെ കർമ്മം. നാളെയാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. അതിനുവേണ്ടി ഇന്ന് രാത്രി മുതൽ തന്നെ തീർത്ഥാടകർ അറഫയിലേക്ക് നീങ്ങി തുടങ്ങും. നാളെ പകൽ മുഴുവൻ അറഫയിൽ കഴിയുന്ന തീർത്ഥാടകർ നാളെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അറഫയിൽ നിന്ന് ഏതാണ്ട് 14 കിലോമീറ്റർ അകലെയുള്ള മുസ്ദലിഫയിലേക്ക് നീങ്ങും. നാളെ രാത്രി തീർത്ഥാടകർ മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്തായിരിക്കും താമസിക്കുക. മറ്റന്നാൾ രാവിലെ തീർത്ഥാടകർ മീനായിൽ തിരിച്ചെത്തി ജംറകളിൽ കല്ലേർ കർമ്മം നിർവഹിക്കും. പിന്നീടുള്ള 3 ദിവസം തീർത്ഥാടകർ മീനായിൽ താമസിച്ച് മീനായിലെ 3 ജംറകളിലും കല്ലേർ കർമ്മം നിർവഹിക്കും. ശനിയാഴ്ചയോടെ തീർത്ഥാടകർ കർമ്മങ്ങളൊക്കെ അവസാനിപ്പിച്ച് മീനായിൽ നിന്ന് മടങ്ങുകയും ചെയ്യും. നല്ല ചൂടാണ് ഇപ്പോൾ മീനായിൽ അനുഭവപ്പെടുന്നത്. 47 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഇന്ന് അനുഭവപ്പെടും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. മീനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.